ഹലോ. ഈ ഒരു നെക്ക് പാറ്റേൺ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലൈനിങ്ങിലാണ് കേട്ടോ കട്ട് ചെയ്യണത്. ഒരു 14 ഇഞ്ച് ഷോൾഡർ വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള നെക്കാണ്. അപ്പോൾ 3 ഇഞ്ച് അകലത്തിലും 3 ഇഞ്ച് ഇറക്കത്തിലും ഇതുപോലെ ഒരു സ്ക്വയർ വരയ്ക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലൊരു റൗണ്ട് ഷേപ്പ് വല്ലാണ്ട് ചേർത്ത് വരയ്ക്കാണ്ട് ഇതിനകത്ത് കാണുന്ന പോലെ ഒരു രീതിയിൽ അങ്ങ് വരയ്ക്കാം. അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിത് മെയിൻ മെറ്റീരിയലിലോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻ മെറ്റീരിയൽ എടുക്കുക, അതിൻ്റെ മോശം വശത്താണ് കേട്ടോ. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത 3 ഇഞ്ച് ആ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് കറക്റ്റ് നമ്മുടെ ലൈനിങ്ങും കൂടെ പ്ലേസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒരു അടിപ്പും കൂടെ കൊടുക്കാം കേട്ടോ. ഇനി ബാക്ക് നെക്കാണ് കേട്ടോ ചെയ്യണത്. അതും ബാക്ക് നെക്കിൻ്റെ ലൈനിങ് എടുക്കുക. 3 ഇഞ്ച് അകലമാണ് എടുക്കുന്നത്. ഒരു ഇഞ്ച് ഇറക്കം കൂടിയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാവേ, ഒരു റൗണ്ട് നെക്കിൻ്റെ ഷേപ്പ്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു നെക്ക് ആയതുകൊണ്ട് തന്നെ ബാക്കിൽ ചെറിയൊരു ഓപ്പണിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് പീസിൽ ചെയ്ത പോലെ തന്നെ ബാക്ക് പീസിലും അറ്റാച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് 2 ഭാഗത്തേക്ക് ആ ഒരു 3 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ലൈനിങ് അതിനനുസരിച്ചൊന്ന് പ്ലേസ് ചെയ്ത് വെച്ചതിന് ശേഷം അങ്ങനെയൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒരു പ്രസ് വീതിയിലാണ് കേട്ടോ ഞാനിതിപ്പോൾ അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും അപ്പോൾ നമ്മൾ ഉൾഭാഗത്തുള്ളത് ഒന്ന് കട്ട് ചെയ്ത് കളയുവാണേ. ബാക്കിലൊരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ബാക്കിനൊക്കെ ലൈനിങ് മറിച്ചപ്പോൾ തന്നെ ചെയ്യാമായിരുന്നു. ഞാനത് മറന്നു പോയത് കൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു പീസ് വെച്ചാണ് കേട്ടോ ഇപ്പോൾ മറിക്കുന്നത്. അപ്പം ഇതുപോലൊരു പീസ് എടുക്കുക, കറക്റ്റ് സെൻറ്റർ കണ്ടെത്തി വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻഡ് ഭാഗത്തൊരു കേവ് പോലെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലൂടെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. അതിൻ്റെ എൻഡിങ് ഒക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ, എന്നാലേ നന്നായിട്ട് നമുക്കത് മറിഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ ഇത് ഞാൻ ഉള്ളിലേക്ക് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇനി അത് ഉള്ളിലേക്കൊന്ന് വെച്ച് മടക്കി അടിക്കുകയോ തുന്നിയെടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ പുറത്തേക്ക് സ്റ്റിച്ചൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തുന്നിയെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ആ സൈഡിൽ. എന്നിട്ട് ഷോൾഡർ സ്ലോപ്പ് എല്ലായിടത്തും ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഷോൾഡേഴ്സ് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. നേരെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് എത്ര വേണോ കോളർ അതൊന്ന് ടേപ്പ് വെച്ച് മെഷർ ചെയ്യാണ്. ഇതെപ്പോൾ മെഷർ ചെയ്താൽ ഏത് കളറിനാണെങ്കിലും 2-3 തവണയെങ്കിലും മെഷർ ചെയ്ത് നോക്കുക. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. എനിക്കിവിടെ കോളറിന് വേണ്ടി മെഷർ ചെയ്തപ്പോൾ ലാസ്റ്റ് കിട്ടിയത് 16 ഇഞ്ചസാണ് കേട്ടോ. ഇനി നമ്മൾ ഈ 16 ഇഞ്ചസിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം ഇതുപോലൊരു പീസ് എടുക്കുക. ഞാനിതിപ്പോൾ 2ആയിട്ടൊന്ന് മടക്കിയതാണ് കേട്ടോ. ക്യാൻവാസിൻ്റെ നീളം എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 ഇഞ്ചാണല്ലോ. അപ്പം 2ആയിട്ട് മടക്കുമ്പം 8 മതി പകുതി. അപ്പോൾ നമ്മളൊരു 9 ഇഞ്ചിലോ 10 ഇഞ്ചിലോ ഒക്കെ എടുത്താൽ മതിയാകും കേട്ടോ ക്യാൻവാസിൻ്റെ നീളം. അതിന് ശേഷം മുകളിൽ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊരു സൈഡ് 8 ഇഞ്ചാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് കുറച്ച് 7.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുകളിലും താഴെയുമായിട്ട് ആ ഒരു 7.5 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കഴുത്തകലം 3 ഇഞ്ചാണല്ലോ എടുത്തത്. ആ 3 ഇഞ്ച് നമ്മുടെ ഈ സ്റ്റാർട്ടിങ്ങിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മളിത് കേർവ് ചെയ്തിങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. ഏകദേശം ഒരളവിൽ ഇതുപോലെ കേർവ് ചെയ്തൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കറക്റ്റായിട്ട് മെഷർ ചെയ്യണം. നമുക്ക് ആ 8 ഇഞ്ച് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. 16 ഇഞ്ചിൻ്റെ പകുതി 8 ഇഞ്ച് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. കിട്ടുന്നില്ല, കുറച്ചുകൂടെ വേണമെന്നൊരിക്കൽ കുറച്ചുകൂടെ നീട്ടി വരച്ച് കറക്റ്റ് ആ 8 ഇഞ്ച് കിട്ടുന്ന എവിടെയാണെന്നുള്ളത് കണ്ടെത്തി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാൻ കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ക്യാൻവാസിന് 1 ഇഞ്ച് വീതി, ഈ ഒരു കളറിന് 1 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. ആ ഒരു വീതിയും ഫുള്ളി ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഡോട്ട്സും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണേ. ഈ ഒരു ക്യാൻവാസിൻ്റെ എൻ പോർഷൻ സ്ക്വയർ രീതിയിൽ മതിയെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം. ഞാൻ പിന്നെ ഒരു ചെറിയൊരു കേവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എനിക്കൊരു കേവ് രീതി വേണമെന്നുള്ളത് കൊണ്ട്. എന്നിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുകയും കൂടെ ചെയ്തേ. ഇനി നമുക്കിതൊരു തുണിയിലോട്ട് പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. സോ ഇതിന് പറ്റിയൊരു നീളത്തിലും ചെറിയൊരു വീതിയിലുമുള്ള ഇതുപോലത്തെ 2 പീസസ് എടുക്കണം. അതിൽ ഒന്നിൽ നമ്മുടെ ക്യാൻവാസ് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ മോശം വശത്ത്, തുണിയുടെ മോശം വശത്താണ് പേസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് 2 തുണികളും നല്ല വശവും ചേരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ കാണിക്കുന്നത് പോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ ചേർത്താണ് അടിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ബാക്കി ഇപ്പം നമ്മൾ അടിച്ചല്ലോ, അവിടെ നമുക്ക് ഒരു തയ്യൽ തുമ്പ് മാത്രം ഇട്ട് ബാക്കി എക്സസ് ആയിട്ട് വരണ എല്ലാ പോർഷനും ഒന്ന് കട്ട് ചെയ്ത് കളയാവേ. ഇനി നമ്മളിത് നേരെ മറിച്ചെടുക്കാൻ പോവാണ്. അപ്പം ആദ്യം ഇങ്ങനെ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മറിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നമുക്കത് ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടുക. ഇനി ഇതിൽ ആ ക്യാൻവാസ് പേസ്റ്റ് ചെയ്ത പീസ് ഉണ്ടല്ലോ, അതിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ അതിൻ്റെ ബാക്കിയുള്ള പീസുകളൊന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ടത് മടക്കി ഈ ക്യാൻവാസിനോട് ചേർത്തൊന്ന് അടിച്ചെടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. ഇത്രയും ചെയ്ത് കഴിയുമ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിത് കിട്ടും. ഇനി ബാക്കി നിൽക്കുന്ന എക്സസ് ആയിട്ടുള്ളതാണ് നമ്മുടെ മെയിൻ മെറ്റീരിയലിലോട്ട് വെച്ച് പിടിപ്പിക്കാൻ പോണത്. അപ്പം അത് വെച്ച് പിടിപ്പിക്കാനുള്ളൊരു 1/2 ഇഞ്ച് മാത്രം ഇതുപോലെ വിടുക. എന്നിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. ഇനി എവിടം വരെയാണോ ക്യാൻവാസ് ഉള്ളത് നമ്മൾ എവിടെയാണോ കറക്റ്റ് അടിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നൊരു വരയും കൂടെ കൊടുക്കുക കേട്ടോ.
ഞാൻ പെന്ന് വെച്ചാണ് ഇപ്പോൾ ഇതൊന്ന് വരച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു വരയിൽ കൂടിയാണ് നമുക്ക് അടിപ്പ് പോകേണ്ടത്. സോ ഇനി നമ്മളിത് അറ്റാച്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ക്യാൻവാസിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ മെറ്റീരിയലിൽ ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇത് രണ്ടും ആദ്യം കറക്റ്റായിട്ട് വെക്കാം. എന്നിട്ട് രണ്ട് സൈഡിലേക്കുമായിട്ട് അടിച്ചെടുക്കുവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നീളത്തിനനുസരിച്ച് വരുള്ളൂ. ഇല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പം ആദ്യം തന്നെ സെൻറ്ററും കറക്റ്റായിട്ട് ചേർത്ത് വെക്കുക. എന്നിട്ട് രണ്ട് ഭാഗത്തേക്കും ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തയ്യൽ തമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു എൻ പോർഷനിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്താൽ മതി കേട്ടോ. സോ നമ്മുടെ ഹോൾട്ടനൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനതൊരു ഷോർട്ടിന് വേണ്ടി എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. പക്ഷേ കുറച്ച് ലെങ്ത്ത് കൂടിയതുകൊണ്ടാണ് കേട്ടോ ഞാനത് ലോങ് വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്തത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.